മഹാഭാരതം ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവവും കഴിഞ്ഞ് ദ്രോണപർവത്തിലെ ദ്രോണരുടെ യുദ്ധനേതൃത്വവും സംശക്തകരമായുള്ള അർജുനന്റെ പോരാട്ടവും ഭഗദത്ത വധവും ചക്രവ്യൂഹ ബന്ധനവും അഭിമന്യുവിന്റെ പോരാട്ടവും അർജുനന്റെ പ്രതിജ്ഞയും അർജുന രണപ്രവേശനവും ദൃഷ്ടദ്യുമ്നന്റെ പരാക്രമവും സാത്വികയുടെ പടയോട്ടവും ഭീമദ്രോണ കർണ പരാക്രമങ്ങളും ജയദ്രഥ വധവും ഘടോത്കജ വധവും ദ്രോണവധവും അവസാനം അശ്വത്ഥാമാവിന്റെ ക്രോധവും കൊണ്ടാണ് ദ്രോണപർവം സമാപിച്ചിരിക്കുന്നത്. ഇനി മഹാഭാരതം 8ാമത്തെ പർവത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മഹാഭാരതം കർണപർവം തുടരുന്നു. മഹാഭാരത യുദ്ധത്തിന്റെ 10ാം ദിവസം മഹാമയൻ ഭീഷ്മൻ വീഴ്ത്തപ്പെട്ടു. ഉത്തരായനം ആരംഭിക്കുന്നതോടുകൂടി ജീവൻ വെടിയുവാൻ സന്നദ്ധനായ അദ്ദേഹം ശരശയിൽ കിടക്കുന്നു. 15ാം ദിവസം മഹാ ആചാര്യനായിട്ടുള്ള ദ്രോണനും വധിക്കപ്പെട്ടു. ഇത് രണ്ടും കൗരവങ്ങൾക്ക് തികത്താനാവാത്ത നഷ്ടങ്ങളായിരുന്നു. ഇതോടുകൂടി കൗരവ പരാജയത്തിന്റെ അടിത്തറ ഇടപെട്ടു. ദ്രോണൻ മരിച്ച ശേഷം ശിബിരങ്ങളിൽ മടങ്ങിയെത്തിയ കൗരവർ വളരെയധികം വ്യസനഭ്രാന്തരായിരുന്നു. ആരുമൊന്നും സംസാരിച്ചില്ല. എല്ലാവരുടെയും മനസ്സിൽ ഗതകാല സ്മരണകൾ ഉയർത്തെഴുന്നേറ്റു. കള്ളച്ചൂത് കളിച്ച് പാണ്ഡവരെ തോൽപ്പിച്ചതും പാഞ്ചാലിയെ അപമാനിച്ചതും പാണ്ഡവരെ ഉന്മൂലനാശം ചെയ്യുവാൻ ശ്രമിച്ചതുമെല്ലാം അവരുടെ സ്മൃതിപതലങ്ങളിൽ കൂടി കടന്നുപോയി. നേരിയ തോതിൽ പശ്ചാത്താപവും ഉണ്ടാകാതിരുന്നില്ല. എന്നാൽ അതൊന്നും അവർക്ക് പാണ്ഡവരോടുള്ള പക ഒഴിവാക്കുന്നതിന് പര്യാപ്തമായിരുന്നില്ല. പാണ്ഡവരെ എങ്ങനെയും തോൽപ്പിക്കണമെന്നുള്ള ദുർമോഹം അവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി. അർദ്ധരാത്രിയോടെ കൗരവ നേതാക്കന്മാരെല്ലാം ദുര്യോധനന്റെ ശിബിരത്തിൽ ഒന്നുചേർന്ന് ആലോചന തുടങ്ങി. അടുത്തതായി ആരായിരിക്കണം തങ്ങളുടെ സർവ്വ സൈന്യാധിപൻ എന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത. ശല്യൻ, കൃതവർമാവ് തുടങ്ങിയ പല മഹാരഥന്മാരും ഉണ്ടെങ്കിലും കൗരവ സൈന്യങ്ങളെ നയിക്കുവാനുള്ള കരുത്തും കഴിവും അംഗരാജൻ കർണനാണെന്നാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. എങ്കിലും ആരുമൊന്നും പറഞ്ഞില്ല. എല്ലാവരും ശോകമൂകരായി ഇരുന്നതേയുള്ളൂ. അവസാനം ദുര്യോധനനാണ് മൗനം ഭഞ്ജിച്ചത്. അവൻ പറഞ്ഞു: വീരശൂര പരാക്രമികളായ യോദ്ധാക്കളെ, മഹാരാജാക്കന്മാരെ, യുദ്ധം തുടങ്ങിയിട്ട് ഇന്നേക്ക് 15 ദിവസമായിരിക്കുന്നു. ആദ്യത്തെ 10 ദിവസം നമ്മെ നയിച്ച മഹാമയനെയും ആണും പെണ്ണുമല്ലാത്ത ശിഖണ്ഡിയുടെ നാമത്തിൽ അർജുനൻ അമ്പെയ്ത് വീഴ്ത്തി. അദ്ദേഹത്തിന് 10 ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധം ജയിക്കാമായിരുന്നു. അതിനുള്ള അദൃശ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അത് നടന്നില്ല. നടക്കാതിരുന്നതിന് കാരണമായി ദൈവഹിതമെന്നോ കർമ്മഫലമെന്നോ ഒക്കെ പറയാമെങ്കിലും എൻ്റെ ദൃഷ്ടിയിൽ പ്രധാനമായി കാണുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പിതാമഹന്റെ വാർദ്ധക്യം. പണ്ടത്തെ പൗരുഷവും പരാക്രമവും ഒന്നും അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്, അദ്ദേഹത്തിന് പാണ്ഡവരോടുള്ള വാത്സല്യം. അദ്ദേഹം ഒരിക്കലും അവരെ ശത്രുക്കളായി കണ്ടില്ല. പിന്നെ എങ്ങനെയാണ് അവരെ തോൽപ്പിക്കണമെന്നും കൊല്ലണമെന്നും തോന്നുന്നത്? ഏതായാലും അദ്ദേഹത്തിൻ്റെ വത്സലപുത്രന്മാർ തന്നെ അദ്ദേഹത്തെ വീഴ്ത്തി. അടുത്ത 5 ദിവസങ്ങളിൽ നമുക്ക് നേതൃത്വം നൽകിയത് മഹാ ആചാര്യനായിട്ടുള്ള ഗുരുദേവനായിരുന്നുവല്ലോ. ദേവന്മാർക്ക് പോലും അജയനായിരുന്ന അദ്ദേഹത്തിനും യുദ്ധം ജയിക്കുവാൻ കഴിഞ്ഞില്ല. ഭീഷ്മ പിതാമഹനുണ്ടായിരുന്ന അതേ ദോഷങ്ങൾ ആചാര്യനുമുണ്ടായിരുന്നു. വൃദ്ധനായ അദ്ദേഹത്തിന്റെ ജീവിതകാലം കഴിയാറായി എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിയിരുന്നു. സ്വന്തം പുത്രനേക്കാളും സ്നേഹിച്ച ശിഷ്യനെയും അവന്റെ ഭ്രാതാക്കളായ മറ്റു ശിഷ്യന്മാരെയും ശത്രുക്കളായി കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തന്മൂലം അദ്ദേഹവും കൊല്ലപ്പെട്ടു. ഇങ്ങനെയാണെങ്കിലും ഭീഷ്മ പിതാമഹന്റെ പതനവും ദ്രോണാചാര്യരുടെ മരണവും നമുക്ക് അപരിഹാര്യങ്ങളായ നഷ്ടങ്ങളാണ്. നമുക്കിതിനോടകം ശത്രു സൈന്യങ്ങളിൽ വലിയൊരു ഭാഗത്തെ നശിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പാണ്ഡവന്മാരോട് യഥാർത്ഥ ശത്രുഭാവം പുലർത്തുന്ന ഒരു മഹാരഥൻ നമ്മുടെ സേനാ നായകനായിട്ടുണ്ടെങ്കിൽ നമുക്കവരെ ഇനിയും വകവരുത്താമെന്നതാണ് എൻ്റെ ദൃഢമായ വിശ്വാസം. നമ്മുടെ സൈന്യങ്ങളിലെ ഇത്തരണത്തിൽ നയിക്കുവാൻ കഴിയുന്ന ഏക വ്യക്തി അംഗരാജാവായിട്ടുള്ള കർണനാണ്. അവന് തുല്യമായ ഒരു മഹാരഥൻ ത്രിഭുവനങ്ങളുമില്ല. അതുകൊണ്ട് കർണൻ കൗരവ സൈന്യത്തിൻ്റെ സേനാ നായകത്വം ഏറ്റെടുത്ത് യുദ്ധത്തിൽ പാണ്ഡവരെയും അവരുടെ സഹായികളെയും കൊന്നൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കേട്ടിരുന്നവരെല്ലാം തലകുലുക്കി സമ്മതിച്ചു. ദുര്യോധനന്റെ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായി. അവരുടെ എല്ലാം അഭിപ്രായം ഇതുതന്നെയായിരുന്നു. എല്ലാവരും ആകാംക്ഷയോടെ കർണന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയായിരുന്നു അത്. കുറച്ചു നേരത്തേക്ക് സദസ്സ് നിശബ്ദമായിരുന്നു. കർണൻ തലയുയർത്തി സാഹൂതം രാജാക്കന്മാരെ എല്ലാം നോക്കി. അവന്റെ മുഖത്ത് ആത്മസൈരഥ്യം സ്ഫുരിച്ചു. അവൻ പറഞ്ഞു: ദുര്യോധന, ഞാൻ ഈ കാര്യം മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. സംശയിക്കേണ്ട, ഞാൻ ഭവാന്റെ സേനാനിയാകാം. ഞാൻ കൃഷ്ണനോട് കൂടിയ പാർത്ഥന്മാരെയൊക്കെ ജയിക്കാം.
അങ്ങ് സൈരഥ്യം ഉൾക്കൊണ്ടു ജയിച്ചുവെന്ന് തന്നെ വിശ്വസിച്ചു കൊള്ളുക. എല്ലാവരും ഹർഷാകുലരായി. അവർ ഉറക്കെ വിളിച്ചു. എല്ലാവരും കർണൻ 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 എന്ന ആർത്തിലിട്ടു. കർണൻ കൃതാർത്ഥനായി. ഉടൻ തന്നെ വിധിപ്രകാരം കർണനെ സർവ്വസൈന്യാധിപനായി അഭിഷേകം ചെയ്തു. സ്വർണം, പശുക്കൾ എന്നിവ വിപ്രന്മാർക്ക് നൽകി. സൂതപുത്രൻ അവരുടെ ആശീർവാദം വാങ്ങി. അങ്ങനെ യുദ്ധത്തിൻ്റെ 16-ാം ദിവസം പിറന്നു. 16-ാം ദിവസം പ്രഭാതത്തിൽ സേനാനായകന്റെ എല്ലാ ചിഹ്നങ്ങളും അണിഞ്ഞ് വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിൽ പൊന്നുകെട്ടിച്ച വില്ലുമേന്തി ആവനാഴിയും തോൾവളകളും ധരിച്ച് കർണൻ കൗരവ സൈന്യത്തെ പോർക്കളത്തിലേക്ക് നയിച്ചു. അവന്റെ രഥത്തിൽ ശതഗ്നി, തോമരം, ശൂലം, കിങ്ങിണിയുള്ള വേൽ, വിവിധ തരത്തിലുള്ള അമ്പുകൾ തുടങ്ങിയ ആയുധങ്ങൾ നിറച്ചിരുന്ന അനേകം ശൃംഖലകൾ പോലെ തോന്നിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആനച്ചങ്ങല ചിഹ്നമുള്ള അവന്റെ വെള്ളക്കൊടി രഥത്തിന്റെ മുകളിലായി പാറിപ്പറന്നു. ഒരു പുതിയ ഉന്മേഷത്തോടും ഉത്സാഹത്തോടും കൂടിയാണ് ധാർത്തരാഷ്ട്ര സൈന്യം അന്ന് കർണനെ അനുഗമിച്ച് രണഭൂമിയിലേക്ക് യാത്രയായത്. ഭടന്മാരൊക്കെ സന്തുഷ്ടരും യുദ്ധക്കലി ബാധിച്ചവരുമായിരുന്നു. ഭീഷ്മന്റെ പതനവും ദ്രോണരുടെ മരണവും കൊണ്ടുണ്ടായ വ്യഥയുമൊക്കെ അവർ വിസ്മരിച്ചു. ഉച്ഛണ്ഡങ്ങളായ അട്ടഹാസങ്ങളും ഭേരീനാദങ്ങളും ആനകളുടെയും കുതിരകളുടെയും ശബ്ദങ്ങളും വീരവാദങ്ങളും ജയ ശബ്ദങ്ങളും കൂടിച്ചേർന്ന ഭയങ്കര ആരവം കൊണ്ട് അവർ ദിഗ്മുഖങ്ങളെ മാറ്റിലികൊള്ളിച്ചു. സമരമുഖത്തെത്തിയ സൈന്യങ്ങളെ മകരവ്യൂഹം ചമച്ച് കർണൻ ബന്ധിച്ചു. മകരത്തിൻ്റെ, അതായത് മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള വ്യൂഹം അതിൻ്റെ മുഖത്തായി തന്നെ കർണൻ നിന്നു. കണ്ണുകളായി ശകുനിയും ഉലൂകനും നിലയുറപ്പിച്ചു. ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ശിരസിലാണ് നിന്നത്. കഴുത്തിലായി ദുര്യോധന സഹോദരന്മാർ സ്ഥാനമുറപ്പിച്ചു. ഒരു വലിയ പടയുമായി മകരത്തിൻ്റെ നടുവിലായിരുന്നു ദുര്യോധനന്റെ സ്ഥാനം. ഇടത്തുകാലിലായി കൃതവർമാവും വലത്തുകാലിലായി കൃപനും, ഇടത്തു പിൻകാലിലായി ശല്യനും വലത്തു പിൻകാലിലായി സുഷേണനും നിന്നു. വാലിലാണ് മഹാവീരനായ ഭ്രാതാക്കൾ ചിത്രനും ചിത്രസേനനും നിന്നിരുന്നത്. രാധേയം വ്യൂഹബന്ധനം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും പാണ്ഡവ സൈന്യം പടക്കളത്തിലെത്തി. മകരവ്യൂഹത്തിന് എതിർവ്യൂഹമായ അർജുനൻ ചന്ദ്രവ്യൂഹമാണ് ചമച്ചത്. വ്യൂഹത്തിന്റെ ഇടവത് ഭാഗത്ത് ഭീമസേനനും മധ്യത്തിൽ യുധിഷ്ഠിരനും അർജുനനും നിന്നു. നകുല സഹദേവന്മാർ ധർമ്മപുത്രന്റെ പിൻഭാഗത്തായി സ്ഥാനമുറപ്പിച്ചു. യുധാമന്യു, ഉത്തമ തേജസ് തുടങ്ങിയ മഹാരഥന്മാർ ഓരോ മർമ്മസ്ഥാനങ്ങളിലും നിലയുറപ്പിച്ചു. കൗരവ സൈന്യത്തിന്റെ മകരവ്യൂഹം കണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, അർജുന, ഈ വ്യൂഹമൊക്കെ നിസ്സാരമാണ്. എന്നാൽ അതിലൊരു വില്ലാളി ശോഭിക്കുന്നുണ്ട്. അജയനായ സൂതപുത്രൻ വൈകർത്തനൻ കർണൻ. കഴിഞ്ഞ 14 വർഷമായി എൻ്റെ ഈ ഉറക്കം കെടുത്തുന്ന ഈ ഒരു ശല്യമാണിവൻ. അവനെ കൊന്നാൽ നിന്റെ ജയം സുനിശ്ചിതമാണ്. ഇരുഭാഗത്തു നിന്നും ശംഖം, ഭേരി, പണവം, ആനകം, ദുന്ദുബി, ഡിണ്ടമണം, ദർധടരം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ കൊട്ടി. കർണൻ കൗരവർക്ക് ആവേശം പകർന്നതുപോലെ ചന്ദ്രവ്യൂഹ മധ്യത്തിൽ നിന്ന് സവ്യസാചി പാണ്ഡവരുടെ യുദ്ധാവേശവും വർദ്ധിപ്പിച്ചു. ഇരു സൈന്യങ്ങളിലും അംഗക്കലി ബാധിച്ച് അന്ധരായി. ഒരു സങ്കര യുദ്ധമാണ് ആദ്യമം നടന്നത്. ഇരുവിഭാഗക്കാരും ദേവാസുര യുദ്ധം പോലെ തമ്മിലിടഞ്ഞു പോരാടി. അർദ്ധചന്ദ്രങ്ങൾ, ഭല്ലങ്ങൾ, കത്തിയമ്പുകൾ, പട്ടസം എന്നിവ കൊണ്ട് പരസ്പരം ശിരസുകൾ കൊയ്തു. കുതിരപ്പുറത്ത് നിന്ന യോദ്ധാക്കൾ മറിഞ്ഞു വീണു. തേരുകൊണ്ട് തേരുകൾ തകർക്കപ്പെട്ടു. മത്തേഭങ്ങളാൽ വീഴ്ത്തപ്പെട്ടു. ആകപ്പാടെ ഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടേയിരുന്നു. ഭീമനൻ ആരപ്പുറത്ത് കയറിയാണ് കൗരവ സൈന്യങ്ങളോട് ഏറ്റുമുട്ടിയത്. രത്നം പതിച്ച ഇരുമ്പിൻ ചട്ടയാണ് അവൻ ധരിച്ചത്. അവന്റെ പൊന്നുകെട്ടി അലങ്കരിച്ച ആന ഉദയപർവ്വതം പോലെ ശോഭിക്കുകയും ചെയ്തു. കുലൂകം എന്ന രാജ്യത്തെ ഭരിച്ചിരുന്നവനും ക്രോധാവേശൻ എന്ന അസുരന്റെ വംശത്തിൽ നിന്ന് ജനിച്ചനുമായ ക്ഷേമധൂർത്തി കൗരവ സൈന്യത്തിലെ പ്രഗത്ഭനായ ഒരു നായകനായിരുന്നു. ആനപ്പുറത്തിരുന്നാണ് അവൻ പോരാടുക പതിവ്. ഭീമനെയും അവന്റെ ആനയെയും കണ്ടപ്പോൾ ക്ഷേമധൂർത്തിക്ക് ഭീമനോട് ഏറ്റുമുട്ടണമെന്നുള്ള അധമ്യമായ അഭിവാഞ്ചയുണ്ടായി. ഭീമൻ തന്റെ ആനപ്പുറത്തിരുന്ന ശത്രുപക്ഷത്തെ ആനകളെയും അതിൻ്റെ പുറത്തിരുന്ന യോദ്ധാക്കളെയും അമ്പെയ്തും ഗദാപ്രഹരം നടത്തിയും വീഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ക്ഷേമധൂർത്തി ഒരു വലിയ ആനപ്പുറത്ത് കയറി ഭീമനോട് ഏറ്റുമുട്ടി. അവർ അന്യോന്യം ഭയങ്കരമായി പോരാടി. യുദ്ധാഭ്യാസമുണ്ടായിരുന്ന ആനകളും പരസ്പരം പൊരുതുകയുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷേമധൂർത്തി ഭീമന്റെ വില്ലു മുറിച്ചു. ഭീമൻ മറ്റൊരു വില്ല് എടുക്കുന്നതിനു മുമ്പായി അവന്റെ ആനയുടെ മസ്തകത്തിലും ഒരു അമ്പു തറച്ചു. ആന അതോടെ ചരിഞ്ഞു. ആന വീഴുന്നതിനു മുമ്പ് ഭീമൻ ഗദയുമായി താഴേക്ക് ചാടി ക്ഷേമധൂർത്തിയുടെ ആനയെ അടിച്ചു വീഴ്ത്തി. കുലൂകരാജാവ് ആനപ്പുറത്ത് നിന്ന് താഴേക്ക് ചാടി. അവൻ വാളും പരിചയവുമായി ഭീമനോട് ഏറ്റുമുട്ടി. എന്നാൽ ഭീമൻ തന്റെ ഗദ കൊണ്ട് ഒറ്റയടിക്ക് ക്ഷേമധൂർത്തിയെ കൊന്നു വീഴ്ത്തി. പ്രഭാതത്തിൽ തന്നെ കൗരവർക്കേറ്റ കനത്ത ഒരു പ്രഹരമായിരുന്നു അത്. പ്രഭാവശാലിയായ ക്ഷേമധൂർത്തി മരിച്ചു വീണപ്പോൾ അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ടായിരുന്ന ആനകളും ഭടന്മാരും ചിമ്മിച്ചിതറി ഓടി. ഇത് കണ്ട് ദുര്യോധനൻ അസ്വസ്ഥനായി.
അവൻ ദീനമായി കർണനെ നോക്കി. കർണൻ പാണ്ഡവ പടയിലേക്ക് കണക്കില്ലാതെ അസ്ത്രങ്ങൾ അയക്കുവാൻ തുടങ്ങി. അതോടൊപ്പം അശ്വത്ഥാമാവും കൃതവർമാവും പാണ്ഡവരുടെ നേർക്കുള്ള ആക്രമണത്തിന് ആക്കം കൂട്ടി. പാണ്ഡവ പട ആക്രമണത്തിന് വിധേയമായപ്പോൾ അവരുടെ ഓരോ പ്രമാണികളും കൗരവ പ്രമാണിമാരോടും പോരിന് വിടുംപിട്ടു. നകുലൻ കർണനോടും, ഭീമൻ അശ്വത്ഥാമാവിനോടും, യുധിഷ്ഠൻ ദുര്യോധനനോടും, ശിഖണ്ഡി കൃതവർമാവിനോടും, സഹദേവൻ ദുശാസനോടും മറ്റുള്ളവർ അവരവർക്ക് അനുരൂപന്മാരായ യോദ്ധാക്കന്മാരോടും ഏറ്റുമുട്ടി ശക്തിയായ ഒരു യുദ്ധം ആരംഭിച്ചു. ശ്രുതകർമാവ് അഭിസാദ ദേശത്തിലെ രാജാവായ ചിത്രസേനനോടും യുധിഷ്ഠിരന്റെ പുത്രനായ പ്രതിവിന്ധ്യൻ കൗരവ യോദ്ധാവായ ചിത്രനോടും ഏറ്റുമുട്ടി. ശ്രുതകർമാവിൻ്റെ കൂരമ്പുകൾ ചിത്രസേനനെ വല്ലാതെ കുഴക്കിയെങ്കിലും അവനും പിന്മാറാതെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. അവസാനം ശ്രുതകർമാവിൻ്റെ ശരമേറ്റ് ചിത്രസേനൻ മരിച്ചു വീണു. പാഞ്ചാലീസൂതനായ പ്രതിവിന്ധ്യൻ ചിത്രനെയും വധിച്ചു. ചിത്രസേനനും ചിത്രനും മരിച്ചപ്പോൾ കൗരവപ്പടയ്ക്ക് ഭീതി വർദ്ധിച്ചു. അവർ ചിന്നിച്ചിതറി ഓടുവാൻ തുടങ്ങി. ഇത് കണ്ട അശ്വത്ഥാമാവ് അവരുടെ അടുത്തെത്തി പാണ്ഡവരോടുള്ള പോരാട്ടം സജീവമാക്കുകയും ചെയ്തു. ഉടനെ തന്നെ ഭീമൻ അശ്വത്ഥാമാവനോട് ഏറ്റുമുട്ടി. അവർ തമ്മിൽ നടന്ന യുദ്ധം വർണ്ണനാതീതമായിരുന്നു. അനേകം പ്രാവശ്യം അവർ അന്യോന്യം ശരങ്ങളെ കൊണ്ട് ഏറ്റുമൂടി. 100ഉം 1000ഉം വീതവുമാണ് ഓരോ പ്രാവശ്യം ശരങ്ങൾ അയച്ചത്. രണ്ടുപേരുടെയും ശരീരം മുറിഞ്ഞ് രക്തം വാർന്നു. എങ്കിലും അവരിരുവരും പിന്മാറാതെ വാശിയോടെ യുദ്ധം തുടർന്നു. അവസാനം ഇരുവരും മോഹാലസ്യപ്പെട്ട് തേരിൽ വീണു. അപ്പോൾ അവരുടെ സൂതന്മാർ തേര് പിന്നണിയിലേക്ക് കൊണ്ടുപോയി കളഞ്ഞു. ഈ സമയത്തൊക്കെ അർജുനൻ യുദ്ധഭൂമിയിൽ ഒരു ഭാഗത്ത് സംശക്തന്മാരെ സംഹരിച്ചുകൊണ്ട് താണ്ഡവമാടുകയായിരുന്നു. കർണൻ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നുണ്ട്. പലരെയും അർജുനനോട് എതിർക്കുവാൻ അയക്കുകയുമുണ്ടായി. എന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. സംശക്തന്മാർ അർജുന ബാണങ്ങളേറ്റ് വീണ് പിടഞ്ഞു മരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്ക് പിന്നിരയിലേക്ക് പോയ അശ്വത്ഥാമാവ് വിശ്രമവും കഴിഞ്ഞ് രണാങ്കണത്തിൽ എത്തിക്കഴിഞ്ഞു. അവന് നേരെ അർജുനനോട് ഏറ്റുമുട്ടി. അർജുനന്റെ അനവധി ശരങ്ങൾ ദ്രൗണിയുടെ ശരീരത്തിൽ തറച്ചു. ദ്രൗണിയുടെ സൂതൻ കൊല്ലപ്പെട്ടു. കുതിരകളുടെ ദേഹത്തേക്ക് ഓരോ ശരങ്ങൾ അയച്ചു. അപ്പോൾ വേദന കൊണ്ട് പുളഞ്ഞ ആ മിണ്ടാപ്രാണികൾ തേരും വലിച്ചുകൊണ്ട് ഓടിപ്പോയി കളഞ്ഞു. ഈ സമയത്ത് പാണ്ഡവപ്പടയുടെ പടത്തലയ്ക്കിൽ നിന്നിരുന്ന വലയ ശബ്ദ കോലാഹലങ്ങളും ഭടന്മാരുടെ ആർത്തനാദവും കേട്ടു. സൈന്യങ്ങളിൽ ചിലർ ചിന്നിച്ചിതറി ഓടുന്നത് കണ്ടു. ഉടൻ കൃഷ്ണൻ അർജുനരഥം അവിടേക്ക് തെളിച്ചു. മഗധാധിപതികളും സഹോദരന്മാരുമായ ദണ്ഡധാരനും ദണ്ഡനും കൂടി പാണ്ഡവപ്പടയെ മർദ്ദിക്കുന്നതിൻ്റെ പ്രത്യാഘാതമായിരുന്നു കൃഷ്ണാർജുനന്മാർ കേട്ട കോലാഹലം. അഭ്യാസബലമുള്ള ഒരു വലിയ ആനയുടെ പുറത്തിരുന്നാണ് ദണ്ഡധാരൻ യുദ്ധം ചെയ്തിരുന്നത്. മത്തേഭാവും മഗധനും കൂടി ചേരുമ്പോൾ അനേകം യോദ്ധാക്കളുടെ ബലമാണുണ്ടായിരുന്നത്. അയാൾ ഇതിനകമായി പാണ്ഡവ സൈന്യത്തിലെ അനവധി ആനകളെയും ഭടന്മാരെയും വധിച്ചു കഴിഞ്ഞിരുന്നു. അർജുനനെ കണ്ടതോടുകൂടി ദണ്ഡധാരൻ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് അവനോട് നേരിട്ടു. അനവധി അസ്ത്രങ്ങൾ കൃഷ്ണാർജുനന്മാരുടെ നേർക്കയച്ചു. അർജുനൻ അവയെല്ലാം മുറിച്ചുകൊണ്ട് കൂരമ്പുകൾ മാഗധന്റെ മേൽ ചുരിഞ്ഞു. എങ്കിലും ഒട്ടും കൂസാതെ തന്നെ രാജാവും അർജുനനോടും കുറച്ചു സമയം യുദ്ധം ചെയ്തു. അവസാനം കുന്തിപുത്രൻ ദണ്ഡധാരനെയും അവൻ്റെ ആനയും ഒപ്പം കൊന്നു വീഴ്ത്തി. ഇത് കണ്ടതോടെ ദണ്ഡധാരന്റെ സഹോദരനായ ദണ്ഡൻ ക്രുദ്ധനായി മറ്റൊരു ആനപ്പുറത്ത് കയറി വന്ന് അർജുനനുമായി ഏറ്റുമുട്ടി. എന്നാൽ ഒട്ടും താമസിയാതെ പാർത്ഥൻ ദണ്ഡനെയും അവൻ്റെ ആനയും കൊന്നു വീഴ്ത്തി. നല്ല അഭ്യാസബലവും ഹസ്തലാഘവുമുള്ള യോദ്ധാവാണ് പാണ്ഡ്യൻ. സാമാന്യക്കാർക്കൊക്കെ അദ്ദേഹം അജയ്യനാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള കഴിവുകളൊക്കെ വളരെ കൂടുതൽ തനിക്കുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാവം. മഹാമയൻ ഭീഷ്മരും ദ്രോണരും പോലും തനിക്ക് സമന്മാരല്ല എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. തനിക്ക് സമനായ ഒരു വീരൻ കൗരവപക്ഷത്തില്ലാത്തതുകൊണ്ട് ഇതുവരെ ആരുമായി യുദ്ധം ചെയ്യാതെ അലസനായി കഴിയുകയായിരുന്നു അദ്ദേഹം. എങ്കിലും യുദ്ധത്തിനായി വന്നതുകൊണ്ട് എന്തെങ്കിലും പരാക്രമം കാണിക്കാതെ മടങ്ങുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് അന്ന് അദ്ദേഹം യുദ്ധത്തിനിറങ്ങിയതാണ്. കർണന്റെ സേനാവ്യൂഹത്തെ തകർക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ അശ്വത്ഥാമാവാണ് അദ്ദേഹത്തിനോട് ഏറ്റുമുട്ടുവാൻ വന്നത്. ദ്രൗണിയും പാണ്ഡ്യനും തമ്മിലുള്ള യുദ്ധം ഭയങ്കരവും കഠിനവുമായിരുന്നു. ഇരുവരും ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ അയച്ച് പരസ്പരം പീഡിപ്പിച്ചു. ദ്രൗണിയുടെ വില്ല് പല പ്രാവശ്യം മുറിക്കപ്പെട്ടു. അപ്പോഴൊക്കെ ദ്രൗണി മറ്റൊരു വില്ലെടുത്ത് പാണ്ഡ്യനെ ശക്തിയായി തന്നെ നേരിട്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അശ്വത്ഥാമാവിൻ്റെ അശ്വങ്ങളെ പാണ്ഡ്യൻ കൊല്ലുകയാണ് ഉണ്ടായത്. എന്നാൽ ഉടൻ തന്നെ കുതിരകളെ മാറ്റിക്കെട്ടി അതേ തേരിലിരുന്നു കൊണ്ട് ദ്രൗണി യുദ്ധം തുടരുകയും ചെയ്തു. അധികം താമസിയാതെ ദ്രൗണി പാണ്ഡ്യന്റെ കൊടിമരം മുറിച്ചു. വില്ല് മുറിച്ച് കുതിരകളെ കൊന്നു. രഥം എള്ളിൻ മണി പോലെ നുറുക്കി. പാണ്ഡ്യൻ വാരണായുദ്ധം വിദഗ്ധനായിരുന്നു. വിരതനായ അവൻ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ ആനയുടെ പുറത്തു കയറി ദ്രൗണിയുടെ നേർക്ക് പാഞ്ഞുകൊണ്ടേയിരുന്നു. ദിനശര ലക്ഷ്മി പോലെ ശോഭിക്കുന്ന ഒരു തോമരം അവൻ ദ്രൗണിയുടെ നേർക്കയച്ചു. അത് ദ്രൗണിയുടെ ചട്ട പിളർക്കുകയും അവനെ നിലംപതിപ്പിക്കുകയും ചെയ്തു. എങ്കിലും അവൻ മോഹാലസ്യപ്പെട്ടില്ല. ദ്രൗണി ചാടി എണീറ്റു. അവൻ വല്ലാതെ ക്രുദ്ധനായി.
ചവിട്ടേറ്റ സർപ്പത്തെ പോലെ അവൻ ചീറ്റി. അന്ധകന്റെ ദണ്ട് പോലെയുള്ള 14 സായകങ്ങളെടുത്ത് കൊമ്പിന്റെ നാലകലവും ഖണ്ഡിച്ചു. 2 ശരം കൊണ്ട് രാജാവിൻ്റെ 2 കരണങ്ങളും ഛേദിച്ചു. 3-മതൊരു ശരം കൊണ്ട് രാജാവിൻ്റെ കണ്ഠവും മറുത്തു. പാണ്ഡ്യൻ ആരപ്പുറത്ത് തന്നെ മരിച്ചു വീണു. കൗരവ രാജാക്കന്മാർ അശ്വത്ഥാമാവിൻ്റെ പരാക്രമത്തെ വാഴ്ത്തി സ്തുതിച്ച് പാടിക്കൊണ്ടേയിരുന്നു. പോർക്കളത്തിൻ്റെ ഒരു ഭാഗത്ത് നകുലൻ കൗരവസേനയോട് ഏറ്റുമുട്ടുന്നുണ്ടായിരുന്നു. അവൻ കൗരവപ്പടയെ കണക്കില്ലാതെ മർദ്ദിച്ചു കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ ശസ്ത്രപ്രഹരമേറ്റ് മുന്നിൽ നിൽക്കുവാൻ കഴിയാത്ത സൈന്യങ്ങൾ ചിന്നിച്ചിതറി. ഇത് കണ്ട കർണൻ ഓടി വന്ന് നകുലനോട് ഏറ്റുമുട്ടി. കർണനെ കണ്ടപ്പോൾ നകുലന് അത്യധികം സന്തോഷമാണ് ഉണ്ടായത്. അവൻ പറഞ്ഞു, ദുഷ്ടാ, സകല അനർത്ഥത്തിന് നീയാണ് ഹേതു. സകല കലഹവും ഉണ്ടായത് നീ ഒരുത്തൻ കാരണമാണ്. നീ കാരണം ഒരിക്കൽ കുരുക്കൾ തമ്മിലേറ്റ് നശിക്കുകയാണ്. ഇന്ന് നിന്നെ കൊന്ന് ഞാൻ കൃതകൃത്യനാകും. ഇത് കേട്ടപ്പോൾ കോപത്തിന് പകരം പുച്ഛമാണ് കർണന് നകുലനോട് തോന്നിയത്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാം, നിന്റെ മേനി പറച്ചിൽ അസലായിരിക്കുന്നു. എടാ കുട്ടി, വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് യോഗ്യത കാണിക്കേണ്ടത്. കഴിവുള്ളവർ പ്രവർത്തിക്കുന്നു, കഴിവില്ലാത്തവർ പ്രസംഗിക്കുന്നു. ശരി, നിന്റെ ഗർവ് ഇപ്പോൾ തന്നെ തീർത്തേക്കാം. കർണൻ നകുലൻ്റെ നേർക്ക് അമ്പുകൾ അയക്കുവാൻ തുടങ്ങി. നകുലൻ ഭയപ്പെട്ടില്ല. ഒരു പരിഭ്രമവും കൂടാതെ അവനും കർണൻ്റെ നേർക്ക് ബാണങ്ങൾ അയച്ചു തുടങ്ങി. അവൻ കത്തിയമ്പെയ്ത് കർണൻ്റെ വില്ല് മുറിച്ചു. ഇത് കണ്ടു നിന്ന ഭടന്മാർ വിസ്മയപ്പെട്ടു. കർണൻ ഉടൻ തന്നെ മറ്റൊരു വില്ലെടുത്ത് 1000കണക്കിന് അസ്ത്രങ്ങൾ തൂകി നകുലനെ പൊതിഞ്ഞു. നകുലൻ്റെ വില്ലു മുറിച്ചു. അവൻ മറ്റൊരു വില്ലെടുത്തു. അതും കർണൻ മുറിച്ചു കളഞ്ഞു. തുടർന്ന് 4 ശരങ്ങൾ ഒന്നിച്ച് നകുലൻ്റെ സാരഥിയെയും കുതിരകളെയും കൊന്നു. കൊടിമരം മുറിച്ചിട്ടു. രഥം ഛിന്നഭിന്നമാക്കി. ആയുധങ്ങളും വാഹനവും നഷ്ടപ്പെട്ട നകുലൻ കർണൻ്റെ മുന്നിൽ നിന്ന് പരിങ്ങി. കർണൻ ഇത് കണ്ട് പൊട്ടിച്ചിരിച്ചു. ഗത്യന്തരമില്ലാതെ നകുലൻ അവിടെ നിന്ന് ഓടിപ്പോകുവാൻ തുനിഞ്ഞു. ഉടനെ ഞാണോടുകൂടിയ വില്ല് കർണൻ നകുലൻ്റെ കഴുത്തിലിട്ട് പിടിച്ചു നിർത്തി. കർണൻ പരിഹാസത്തോടെ പറഞ്ഞു, എടാ കുട്ടി, നീ പുലമ്പിയതൊക്കെ പാഴായി പോയല്ലോ. ലജ്ജിക്കേണ്ട, നിന്നെ ഞാനൊന്നും ചെയ്യില്ല. മേലിൽ നീ ബലവാന്മാരോട് പൊരുതരുത്. നേരെ ശിബിരത്തിലേക്ക് പൊയ്ക്കോ. കർണന് നകുലനെ കൊല്ലുവാൻ ഒരു പ്രയാസവുമില്ലായിരുന്നു. എന്നാൽ കുന്തിദേവിക്ക് നൽകിയ വാക്കുപാലിക്കുവാൻ വേണ്ടി അവനെ കൊല്ലാതെ വിട്ടു എന്ന് വേണം പറയാൻ. നകുലൻ വ്രീളനാമസ്ത്രസ്കനായി നടന്ന ധർമ്മപുത്രന്റെ തേരിൽ കയറി. കുടത്തിൽപ്പെട്ട സർപ്പം പോലെ അവൻ അപമാനം സഹിച്ച് ഹൃദയം പൊട്ടി നെടുവീർപ്പെട്ടു. പടക്കളത്തിന്റെ ഫലഭാഗത്തായി പലരും പലരോടെതിരേറ്റു. ഭയങ്കരമായി പൊരുതിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. സൈന്യങ്ങളും എതിർവിഭാഗത്തെ നശിപ്പിക്കാൻ ശക്തിയായി യുദ്ധം ചെയ്യുന്നുണ്ട്. ഒരിടത്ത് യുയുത്സുവും ഉലൂകനും കൂടിയാണ് പോരാടിയത്. ഇരുവരും തുല്യ ബലവാന്മാരാണ്. എങ്കിലും കുറച്ചു നേരത്തെ പോരാട്ടത്തിനു ശേഷം യുയുത്സു പിന്നിലേക്ക് ഓടിപ്പോകുവാൻ നിർബന്ധിതനായി. മറ്റൊരിടത്ത് ശ്രുതകർമാവും ശതാനീകനും കൂടി ഏറ്റുമുട്ടിയിരിക്കുകയാണ്. ശ്രുതകർമാവിൻ്റെ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വന്ന ശതാനീകൻ തേരും ആയുധങ്ങളും നഷ്ടപ്പെട്ട് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. ദൃഷ്ടദ്യുമ്നനും കൃപനും തമ്മിൽ പോരാട്ടം നടന്നു. തൻ്റെ സാല്യനായ ദ്രോണനെ അധാർമികമായി കൊലപ്പെടുത്തിയ ദൃഷ്ടദ്യുമ്നനെ കയ്യിൽ കിട്ടിയപ്പോൾ കൃപന്റെ പ്രതികാരാഗ്നി ആളിക്കത്തി. പാഞ്ചാലന്റെ നേർക്ക് കടുപ്പമേറിയ നാരായങ്ങൾ അയച്ചു. ദൃഷ്ടദ്യുമ്നൻ അസാധാരണമായ വേഗതയോടെ അവയെ തടഞ്ഞു. ഒരു ശരം പോലും അവൻ്റെ ദേഹത്തു കൊണ്ടില്ല. എങ്കിലും അസ്ത്രപരാംഗതനായ കൃപനോട് വളരെ നേരം ഒരേ നിലയിൽ പൊരുതി നിൽക്കുവാൻ ദൃഷ്ടദ്യുമ്നനും കഴിഞ്ഞിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ തളർന്നു, മോഹാലസ്യപ്പെട്ടു. തേരിലിരുന്ന് അവനെ ഉടൻ തന്നെ സാരഥി കൃപന്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോയി കളഞ്ഞു. ശിഖണ്ഡിക്കും ദൃഷ്ടദ്യുമ്നന്റെ ഗതിയാണ് സംഭവിച്ചത്. കൃതവർമാവിനോട് ഏറ്റുമുട്ടി അവൻ അയച്ച ശരങ്ങളിൽ കൃതവർമാവിൻ്റെ ശരീരത്തിൽ കൊള്ളുന്നതായി കണ്ടു. അത് കൃതവർമാവിൻ്റെ ശൗര്യം വർദ്ധിപ്പിച്ചതേയുള്ളൂ. കൃതവർമാവ് പൂർവാധികം വാശിയോടെ പോരാടി. കൃതവർമാവിൻ്റെ ഒരു ബാണം ശിഖണ്ഡിയുടെ മാറിൽ തറച്ചു. അവൻ മോഹാലസ്യപ്പെട്ടു. ഉടനെ സൂതൻ തേര് പിന്തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. കർണൻ നകുലനെ അപമാനിച്ചു വിട്ടതും യുയുത്സുവും ശതാനീകനും പടക്കളത്തിൽ നിന്ന് ഓടിപ്പോയതും ദൃഷ്ടദ്യുമ്നനും ശിഖണ്ഡിയെ മോഹാലസ്യപ്പെട്ടതും മറ്റും പറഞ്ഞ ദുര്യോധനൻ തൻ്റെ സൈന്യം കർണന്റെ സർവ്വ സൈന്യാധിപത്യത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ട് അത്യധികം സന്തോഷിക്കുകയും കർണനെ അഭിനന്ദിക്കുകയും ചെയ്തു. അപ്പോഴാണ് യുധിഷ്ഠിരൻ ഒരു ഭാഗത്ത് കൗരവസേനയുമായി ശക്തിയായി പോരാടിയത്. ദുര്യോധനന്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. അവൻ പെട്ടെന്ന് യുധിഷ്ഠിരന്റെ മുന്നിൽ ചെന്ന് ഏറ്റുമുട്ടി. ധർമ്മപുത്രൻ ഇത്രയും വാശിയോടുകൂടി കടുത്ത യുദ്ധം ചെയ്യുന്നത് ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹം 100 കണക്കിന് ഭടന്മാരെയും ആനകളെയും കുതിരകളെയും വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. ക്ഷണനേരം കൊണ്ട് യുധിഷ്ഠിരൻ ദുര്യോധനനെ ശരങ്ങൾ കൊണ്ട് മൂടി. ദുര്യോധനനും ഒട്ടും കുറച്ചില്ല. അവൻ്റെ നേർക്ക് വന്ന ശരങ്ങൾ തടുക്കുകയും യുധിഷ്ഠിരന്റെ നേർക്ക് തുടർച്ചയായി ശരങ്ങൾ അയക്കുകയും ചെയ്തു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ദുര്യോധനന്റെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും അമ്പുകളേറ്റ് രക്തം വാർന്നൊലിക്കുവാൻ തുടങ്ങി. അവന് തളർച്ച ബാധിച്ചു. അവൻ്റെ തേരും കുതിരകളും നഷ്ടപ്പെട്ടു. സൂതനും മരിച്ചു. വിരധനായി ആകപ്പാടെ അവശനായി. യുധിഷ്ഠിരന്റെ മുന്നിൽ നിന്ന ദുര്യോധനനെ കണ്ട കർണനും ശല്യനും കൃപനും മറ്റും അദ്ദേഹത്തെ രക്ഷിക്കുവാനായി പാഞ്ഞു വന്ന് യുധിഷ്ഠിരനോട് ഏറ്റുമുട്ടി.
ഈ തക്കം നോക്കി ദുര്യോധനൻ വിശ്രമത്തിനായി പിന്നണിയിലേക്ക് പോവുകയും ചെയ്തു. പാണ്ഡവ സൈന്യത്തിലെ പല പ്രമുഖന്മാരും യുധിഷ്ഠിര രാജാവിൻ്റെ രക്ഷയ്ക്കെത്തി. പിന്നീട് അവിടെ നടന്നത് ഒരു സങ്കുല യുദ്ധമായിരുന്നു. എല്ലാവരും യുദ്ധക്കലി ബാധിച്ചതുപോലെ പെരുമാറുവാൻ തുടങ്ങി. കയ്യിൽ കെട്ടിയ ആയുധങ്ങൾ കൊണ്ട് എതിരാളികളെ സംഹരിച്ചുകൊണ്ടേയിരുന്നു. ഉച്ച അട്ടഹാസങ്ങൾ കൊണ്ട് ദിക്കുകളൊക്കെ മാറ്റൊലി കൊണ്ടു. കൊമ്പൊടിഞ്ഞും തുമ്പിക്കരം മുറിഞ്ഞും കാലും കൈയും മറ്റും വയറുകീറിയും മല പോലെയുള്ള മത്തേപങ്ങൾ മലർന്നടിച്ച് വീണു മരിച്ചു. അനവധി അശ്വങ്ങൾ അമ്പുകളേറ്റു മരിച്ചു. ഭടന്മാർ തമ്മിൽ ഗുസ്തി പിടിച്ചും വാൾ വീശിയും ഈട്ടി, തോമരം തുടങ്ങിയ ആയുധങ്ങൾ പ്രയോഗിച്ചും യുദ്ധം നടത്തുകയാണുണ്ടായത്. ഇരുവിഭാഗത്തും ധാരാളം ആളുകൾ മരിച്ചു. മഹാരാജന്മാർ എല്ലാ ഭാഗത്തും എത്തത്തക്കവണ്ണം ശസ്ത്രങ്ങൾ പ്രയോഗിച്ചു കൊണ്ടേയിരുന്നു. പോർക്കളം മുഴുവൻ രക്തവും മാംസവും കൂടിച്ചേർന്ന് ചളികെട്ടി തടക്കുവാൻ വയ്യാത്ത നിലയിലായി. ഈ സമയത്ത് വിശ്രമത്തിനായി നേരത്തെ പിന്നണിയിലേക്ക് പോയിരുന്ന ദുര്യോധനൻ വിശ്രമം കഴിഞ്ഞ് പുതിയ തേരിൽ കയറി ധാരാളം ആയുധങ്ങളുമേന്തി യുധിഷ്ഠിരനോട് ഏറ്റുമുട്ടുവാനായി വീണ്ടും പോർക്കളത്തിലെത്തി. തന്നോട് വീണ്ടും ഏറ്റുമുട്ടുവാനാണ് ദുര്യോധനൻ വന്നിരിക്കുന്നതെന്ന് യുധിഷ്ഠിരന് മനസ്സിലായി. അദ്ദേഹം തൻ്റെ തേര് ദുര്യോധനൻ്റെ അടുത്തേക്ക് തന്നെ തെളിയിക്കുവാൻ സാരഥിയോട് പറഞ്ഞു. സാരഥി അപ്രകാരം ചെയ്തു. ഒട്ടും താമസിയാതെ അവർ തമ്മിൽ ഘോരമായ യുദ്ധം ആരംഭിച്ചു. കുറച്ചുനേരം ഒരേപോലെ അസ്ത്രങ്ങൾ അയച്ചു. പ്രതിയോഗിയുടെ അസ്ത്രങ്ങളെ തടുത്തും അവർ ഉഗ്രമായി പോരാടി. പെട്ടെന്ന് ദുര്യോധനൻ യുധിഷ്ഠിരന്റെ വില്ലു മുറിച്ചു. ശതഗുണീഭവിച്ചു. യുധിഷ്ഠിരന്റെ കണ്ണുകൾ ചുവന്നു. അദ്ദേഹത്തിന്റെ ക്രോധം ശതഗുണീഭവിച്ചു. അദ്ദേഹം മറ്റൊരു വില്ലെടുത്ത് ദുര്യോധനെ ശരങ്ങൾ കൊണ്ട് മൂടി. അവന്റെ വില്ലും മുറിക്കുകയും ചെയ്തു. അവൻ മറ്റൊരു വില്ലെടുത്ത് യുദ്ധം തുറക്കുകയും ചെയ്തു. രണ്ടുപേരുടെയും ശരീരം അസ്ത്രം കൊണ്ട് മുറിഞ്ഞു. രക്തം വാർന്നൊലിച്ചു. എങ്കിലും രണ്ടുപേരും അതികാര്യമായി എടുക്കാതെ പരസ്പരം അസ്ത്രങ്ങൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. യുധിഷ്ഠിരൻ 3 അമ്പുകൾ ദുര്യോധനന്റെ മാറിൽ കൊള്ളിച്ചു. അത് മാറിൽ കൊണ്ടെങ്കിലും കൗരവന് കാര്യമായി ഒന്നും നടന്നതേയില്ല. എങ്കിലും അവൻ ക്രോധാവശ്യനായി ശക്തമായ വേലായുധത്തെ യുധിഷ്ഠിരന്റെ നേർ കയച്ചു. യുധിഷ്ഠിരൻ 3 ബാണങ്ങൾ അയച്ച് അതിനെ കഷ്ണം കഷ്ണമായി നുറുക്കിക്കളഞ്ഞു. യുധിഷ്ഠിരൻ പിന്നെയും അനേകം ബാണങ്ങൾ തൂവുകയും ദുര്യോധനന്റെ വില്ലു മുറിക്കുകയും ചെയ്തു. ദുര്യോധനൻ കോപാന്തനായി തൻ്റെ ഗദയുമെടുത്ത് തേരിൽ നിന്ന് ചാടിയിറങ്ങി യുധിഷ്ഠിരനെ നേർക്കു പാഞ്ഞു. എന്നാൽ അവൻ അടുത്തെത്തിയതിനു മുമ്പ് തന്നെ യുധിഷ്ഠിരൻ തൻ്റെ ശക്തി ആയുധത്തെ പ്രയോഗിച്ചു. അത് മാറിൽ കൊണ്ട് ദുര്യോധനൻ മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്തു. ദുര്യോധനനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി യുധിഷ്ഠിരൻ ഒരു അമ്പ് കയ്യിലെടുത്തു. ഇത് കണ്ട ഭീമൻ ഓടി വന്ന് അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, രാജാവേ, അങ്ങ് അവനെ കൊല്ലരുത്. അവനെ കൊല്ലുവെന്നുള്ള എൻ്റെ പ്രതിജ്ഞ പാലിക്കുവാൻ അനുവദിക്കണം. യുധിഷ്ഠിരൻ അമ്പെയ്തില്ല. അദ്ദേഹം അവിടെ നിന്ന് പിൻവാങ്ങി. ദുര്യോധനൻ മോഹാലസ്യപ്പെട്ട് വീഴുന്നത് കണ്ട കൃതവർമാവ് അവരുടെ സഹായത്തിന് ഓടിയെത്തി. അപ്പോൾ ഭീമൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കൃതവർമാവും ഭീമനും കൂടി പൊരിഞ്ഞ പോരാട്ടം നടന്നു. ഇതിനിടയ്ക്ക് കർണന്റെ നേതൃത്വത്തിൽ ദുശാസനൻ, അശ്വത്ഥാമാവ്, ശല്യൻ തുടങ്ങിയ കൗരവ പ്രമാണികളും അവിടെ എത്തി. കർണൻ സജീവമായി യുദ്ധത്തിനിറങ്ങിയെന്നറിഞ്ഞ ഉടനെ അർജുനനും അവിടെയുള്ള പാണ്ഡവ പ്രമാണികളും വന്നു ചേർന്നു. ഇനിയൊരു സങ്കുല യുദ്ധമാണ് അവിടെ നടന്നത്. ഇരുകൂട്ടരും ധാരാളമായ അസ്ത്രങ്ങൾ വർഷിച്ച് എതിരാളികളെ കൊല്ലുന്നുണ്ടായിരുന്നു. എന്നാൽ സാത്യകിയും അർജുനനും കൂടി സംഹാര രുദ്രന്മാരെ പോലെ പോരാട്ടം നടത്തിയപ്പോൾ കൗരവപ്പടയ്ക്കത് താങ്ങുവാൻ വിഷമമായി എന്ന് ഉറപ്പിച്ചു പറയാം. അപ്പോഴേക്കും സൂര്യനും അസ്തമിച്ചു. ഇനിയും യുദ്ധം തുടർന്നാൽ അത് തങ്ങൾക്ക് കൂടുതൽ പരാജയം വരുത്തി വയ്ക്കുമെന്നുള്ള ഭയം കർണനും കൂട്ടുകാരും അന്നത്തെ യുദ്ധം അവസാനിപ്പിക്കുവാൻ തീരുമാനിപ്പിച്ചു. അങ്ങനെ 16-ാം ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ചിട്ട് എല്ലാവരും ശിബിരത്തിലേക്ക് മടങ്ങി. യുദ്ധം തുടങ്ങിയതിൻ്റെ 17-ാം ദിവസം കർണൻ വളരെ നേരത്തെ എഴുന്നേറ്റു. പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് ദുര്യോധനന്റെ ശിബിരത്തിലേക്ക് എത്തി. ദുര്യോധനൻ കർണനെ സ്വീകരിച്ചിരുത്തി. ആഗമന ഉദ്ദേശം ആരാഞ്ഞു. കർണൻ പറഞ്ഞു, ദുര്യോധന, ഇന്നത്തെ യുദ്ധം ഏറ്റവും നിർണായകമായിരിക്കും. ഞാനും അർജുനനും കൂടി ഇന്ന് യുദ്ധക്കളത്തിൽ നിന്ന് മടങ്ങുമെന്ന് കരുതണ്ട. നിശ്ചയമായും അർജുനനെ ഞാൻ ഇന്ന് കൊല്ലും. ലക്ഷ്യം ഭേദിക്കുവാനും കൈവേഗം കാട്ടുവാനും ദൂരെ നിന്ന് എയ്തു വീഴ്ത്തുവാനും എല്ലാ തരത്തിലും ഭംഗിയായി അസ്ത്രങ്ങൾ പ്രയോഗം നടത്തുവാനും അർജുനനേക്കാൾ കൂടുതൽ കഴിവ് എനിക്കുണ്ട്. ബലത്തിലും ശൗര്യത്തിലും വിക്രമത്തിലും ഞാൻ അർജുനന്റെ മേലെയാണ്. എല്ലാ ആയുധങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന വിജയം എന്ന വില്ല് എൻ്റെ കൈവശമുണ്ട്. ഞാൻ ഇതുവരെ അതെടുത്ത് പ്രയോഗിച്ചിട്ടില്ല. വിജയം ഗാണ്ഡീവത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ഇത് ഇന്ദ്രൻ്റെ ആവശ്യപ്രകാരം വിശ്വകർമാവ് തീർത്തതാണ്. അതുകൊണ്ടാണ് ശക്രൻ അസുരന്മാരെ ജയിച്ചത്. പിന്നീട് ഇന്ദ്രൻ ഇത് ഭാർഗവരാമന് നൽകി. അദ്ദേഹം 21 പ്രാവശ്യം ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത് ക്ഷത്രിയന്മാരെ കൊന്നത് ഈ വിജയജാപം കൊണ്ടാണ്. ഭാർഗവരാമനാണ് എനിക്കിത് നൽകിയത്. ഈ വില്ല് ഉപയോഗിച്ചായിരിക്കും ഞാൻ ഇന്ന് അർജുനനോട് യുദ്ധം ചെയ്യുന്നത്. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ എന്നേക്കാൾ മീതെയാണ് അർജുനൻ. അവൻ അമ്പിടുന്ന താവനാഴിയുണ്ട്. അഗ്നി ഭഗവാൻ നൽകിയിട്ടുള്ള അവൻ്റെ രഥം ആർക്കും നശിപ്പിക്കുവാൻ കഴിയാത്തതാണ്. മനോവേഗങ്ങളായ അവൻ്റെ കുതിരകൾ മുറിവേൽക്കാത്തവയാണ്.
എന്നാൽ ഈ കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാവുന്നതേയുള്ളൂ. തേച്ചു മൂർച്ചി വരുത്തിയ ആയുധങ്ങൾ വേണ്ടുവോളം വണ്ടികളിൽ കയറ്റി എത്തിക്കണം. മുഖ്യവ്യാജികളെ പൂട്ടിയ തേരുകൾ എൻ്റെ പിന്നാലെ എപ്പോഴും ഉണ്ടായിരിക്കണം. അമ്പൊടുങ്ങാത്ത അവൻ്റെ ആവനാഴിയും നശിപ്പിക്കാൻ കഴിയാത്ത അവൻ്റെ രഥവും പിന്നെ എനിക്കൊരു പ്രശ്നമേയല്ല. മറ്റൊരു പ്രധാന കുറവ് കൃഷ്ണനെ പോലെയുള്ള ഒരു തേരാളി എനിക്കില്ല എന്നുള്ളതാണ്. ശത്രുജിത്തായ കൃഷ്ണന് അശ്വഹൃദയ വിദ്യ അറിയാം. വാസ്തവത്തിൽ പാർത്ഥൻ വിജയിക്കുന്നത് പാർത്ഥസാരഥിയുടെ തേർ തെളിക്കുന്നതിനുള്ള വിരുദ് ഒന്നുകൊണ്ട് മാത്രമാണ്. അശ്വഹൃദയ വിദ്യ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കൂട്ടത്തിലുള്ളത് ശല്യനാണ്. ശല്യൻ എൻ്റെ സാരഥ്യം ഏൽക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ കാര്യത്തിലും അർജുനനെ മുന്നിലാക്കാം. അപ്പോൾ പിന്നെ കാണാം യുദ്ധത്തിൽ കളിക്കുന്ന കളി എന്താണ്. സുരാസുരന്മാരെ എല്ലാം കൂടി ഒന്നിച്ചു വന്നാലും ഞാൻ അവരെ ഓടിച്ചു കളയും. പിന്നെയാണോ പാണ്ഡവന്മാർ? പാർത്ഥനെ കൊന്ന് നിന്നെ ഞാൻ ഇന്ന് സന്തോഷിപ്പിക്കും. വൃക്ഷത്തിന് തീയെ താങ്ങുവാൻ കഴിയാത്തതുപോലെ അവൻ എന്നെ താങ്ങുവാൻ കഴിയുകയില്ല. കർണൻ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ ശരിയാണെന്ന് ദുര്യോധനന് തോന്നി. അന്നത്തെ യുദ്ധത്തിന് ധാരാളം തേരുകളും ആയുധങ്ങളും കരുതിക്കൊള്ളണമെന്ന് ദുര്യോധനൻ കർണനെ അറിയിച്ചു. സാരഥ്യമേൽക്കുന്നതിന് ശല്യനെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയും ചെയ്തു. ദുര്യോധനൻ ഉടൻ തന്നെ ശല്യന്റെ ശിബിരത്തിലെത്തി. ശല്യന്റെ ഗുണഗണങ്ങളെയും അദ്ദേഹത്തിൻ്റെ അനുപമമായ കഴിവുകളെയും പറ്റി വാനോളം പുകഴ്ത്തിയിട്ട് പറഞ്ഞു, അല്ലയോ മഹാഭഗ, ശത്രു സന്താന ബർദ്ധന, കർണൻ ഇന്ന് അർജുനനോട് യുദ്ധം ചെയ്യുവാനും അവനെ കൊല്ലുവാനും ഒരുങ്ങിയിരിക്കുകയാണ്. അന്ന് അവൻ്റെ സാരഥിയായാൽ അവന് വിജയം സുനിശ്ചിതമാണെന്നാണ് അവൻ്റെ അഭിപ്രായം. ആകയാൽ അർജുനനുമായുള്ള യുദ്ധത്തിൽ അങ്ങ് അവൻ്റെ തേരാളി ആയിരിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം യാചിക്കുന്നു. ഇത് കേട്ടപ്പോൾ മാധൃരാജാവിൻ്റെ നെറ്റി ചുളുങ്ങി, കണ്ണുകൾ ചുവന്നു, ആദരങ്ങൾ വിറച്ചു. അദ്ദേഹം ക്രോധാഭിഷ്ടനായി. ശല്യൻ ഈർഷ്യയോടെ പറഞ്ഞു, ദുര്യോധന, എന്നേക്കാൾ മീതിയാണ് കർണനെന്ന് നീ വിചാരിക്കുന്നു. ഞാൻ സൂതപുത്രൻ്റെ തേര് തെളിക്കണമെന്നാണോ? ക്ഷത്രിയൻ സൂതൻ്റെ അല്ല, സൂതൻ ക്ഷത്രിയൻ്റെയാണ് തേർ തെളിക്കേണ്ടത്. ഭീഷ്മ ദ്രോണാദികൾ പോലും എപ്പോഴും എന്നെ ബഹുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും നീ ഇപ്പോൾ എന്നെ അപമാനിക്കുന്നു. ഞാൻ തേർ തെളിക്കാനല്ല, യുദ്ധം ചെയ്യുവാനാണ് വന്നത്. അത് ആവശ്യമില്ലെങ്കിൽ ഞാൻ ഉടൻ തന്നെ എൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയേക്കാം. അമ്മാവ, കർണൻ ഒരിക്കലും അങ്ങേക്കാൾ മീതെയല്ല, എന്നാൽ അവൻ അർജുനനേക്കാൾ കേമനാണ്. ഇപ്രകാരം തന്നെ കർണനേക്കാൾ മേലെയാണ് ഭവാൻ. അശ്വജ്ഞാനത്തിൽ അങ്ങ് കൃഷ്ണനേക്കാൾ മേലെയാണ്. മഹാശയനായ കൃഷ്ണൻ അശ്വജ്ഞാനം എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടി അങ്ങയ്ക്കും അറിയാം. പിന്നെ പോർക്കളത്തിൽ തേര് തെളിക്കുന്നത് അത് ഒരു അവമതിയല്ല. രതിയേക്കാൾ യോഗ്യനും ശക്തനുമായിരിക്കണം തേരാൾ. പണ്ട് ത്രിപുരന്മാരെ കൊല്ലുവാൻ വേണ്ടി പരമേശ്വരൻ തയ്യാറായപ്പോൾ തന്നേക്കാൾ വലിയവനായ ഒരാളായിരിക്കണം തൻ്റെ തേരാളി എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും അതനുസരിച്ച് ബ്രഹ്മാവ് പരമശിവന്റെ തേരാളിയാവുകയും ചെയ്തത് അങ്ങേക്കറിവില്ലേ? അതിനാൽ തേരാളി എപ്പോഴും രഥയേക്കാൾ അധിപനാവണം. അങ്ങനെയുള്ള യുദ്ധമേ വിജയിക്കൂ. അതുകൊണ്ടാണ് കർണന്റെ സാരഥ്യം വഹിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിച്ചത്, അല്ലാതെ അപമാനിക്കാനായിരുന്നില്ല. ശത്രുക്കൾക്ക് എപ്പോഴും ശല്യനായതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ശല്യൻ എന്ന പേര് തന്നെ ഉണ്ടായത്. അങ്ങനെയുള്ള അങ്ങും കർണനും കൂടി ഒരു രഥത്തിലിരുന്ന് പോർക്കളത്തിലെത്തുമ്പോൾ കൃഷ്ണാർജുനന്മാർ പോലും നടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാം കൊണ്ടും അങ്ങ് കൃഷ്ണനേക്കാളും കർണൻ അർജുനനേക്കാളും 10 മടങ്ങ് മീതെയാണ്. ദുര്യോധനന്റെ സ്തുതിവചനങ്ങൾ ശരിക്കും ഭരിച്ചു. അത് ശല്യന്റെ ക്രോധാഗ്നിയിൽ വെള്ളം തളിക്കുന്നത് പോലെയായിരുന്നു. ശല്യന്റെ ഗൗരവം കുറഞ്ഞു, കോപം തണുത്തു. അദ്ദേഹം ഹൃഷ്ടനായി. ശല്യൻ പറഞ്ഞു, രാജാവേ, പോർക്കളത്തിൽ ഞാൻ കൃഷ്ണന്റെ മീതെയാണെന്ന് നീ സമ്മതിച്ചുവല്ലോ, അത് മതി. എനിക്ക് സന്തോഷമായി. നിന്റെ ആഗ്രഹപ്രകാരം കർണന്റെ സാരഥ്യം ഞാൻ ഏൽക്കാം. അപ്പോഴേക്കും കർണനും ശല്യന്റെ ശിബിരത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ശല്യൻ തന്റെ തേരാളിയാകുമെന്ന് സമ്മതിച്ചറിഞ്ഞപ്പോൾ കർണൻ അമിതമായി ആഹ്ലാദിച്ചു. ഇന്ന് അർജുനനെ കൊന്നതു തന്നെയാണെന്ന് അവൻ വിശ്വസിച്ചു. ശല്യൻ തുടർന്നു, യുദ്ധക്കളത്തിൽ വെച്ച് ഞാൻ ചിലപ്പോഴൊക്കെ കർണനെ ഗുണദോഷിച്ചെന്നു വരും, ശാസിച്ചെന്നും വരും. അതവൻ്റെ ശ്രേയസിന് വേണ്ടിയായിരിക്കും. അതെല്ലാം അവൻ പൊറുക്കണം. ശല്യനും അവൻ എന്തു പറഞ്ഞാലും കർണൻ അപ്രീതി ഉണ്ടാകില്ലെന്നും അവനതെല്ലാം സഹിക്കുമെന്നും കർണൻ ദുര്യോധനും ശല്യനും ഉറപ്പുകൊടുത്തു. ഉടൻ തന്നെ പോർക്കളത്തിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു. വളരെ ശ്രേഷ്ഠവും സുരക്ഷിതമായൊരു രഥത്തിൽ ധാരാളം ആയുധങ്ങൾ നിറച്ചതാക്കി കർണൻ സൈന്യാധിപന്റെ വേഷമണിഞ്ഞു വന്ന് ആദിത്യ ഭഗവാനെ വണങ്ങി ഗുരുജനങ്ങളെ നമസ്കരിച്ച് തേരിന് പ്രദക്ഷിണം വെച്ച് തേരിൽ കയറി. കർണൻ പറഞ്ഞു, മഹാബാഹു ശല്യ, അശ്വങ്ങളെ വിടുക. ഞാൻ കിരീടിയെ ഇന്ന് കൊല്ലും, ഭീമനെയും ധർമ്മരാജാവിനെയും യമന്മാരെയും ഇന്ന് കൊല്ലും. എൻ്റെ ബാഹുവീര്യം അർജുനൻ കാണട്ടെ. ഇന്ന് പാണ്ഡവ പുത്രക്ഷയത്തിനും ദുര്യോധന വിജയത്തിനുമായി മൂർച്ചുകൂടിയ ശരങ്ങളുടെ ഒരു വർഷം തന്നെ ഞാൻ നടക്കും. തുടരും.